സർ, 3 എംഎൽഎമാരാണ് ബിജെപിക്കുള്ളത്. നമുക്കറിയാം. ബിജെപി ഇതാ ഒരു വലിയ ശക്തിയാകാനുള്ള ശ്രമം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞിരുന്ന മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളുടെ കെഎസ്ആർടിസി സൗജന്യ യാത്രയായിരുന്നു. അതുടൻ തന്നെ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബിജെപി നടത്തിയ സമരമുറകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മഹിളാ മോർച്ച വലിയ രീതിയിൽ റോഡുകളിലും ബസ്സുകളിലും നിറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്റെ ചോദ്യം, ഈ രീതിയിൽ പൂർണ്ണ ശക്തരാകാൻ ബിജെപി തയ്യാറെടുക്കുമ്പോൾ 2031 കേരളത്തിൽ ബിജെപി ഏത് സ്ഥാനത്തിരിക്കാനാണ് സാധ്യത? പ്രദീപ് സാർ എങ്ങനെ വിലയിരുത്തും? മഹിളാ മോർച്ച കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനെതിരായി ബി ജെ പിക്ക് അകത്തുപോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. കാര്യം ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയിട്ടില്ല, തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, ട്രാൻസ്പോർട്ടിന്റെ മന്ത്രി പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഒരു വാഗ്ദാനമായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. സർക്കാർ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടായിരുന്നു ഈ സമരമെങ്കിൽ അതിന് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുമായിരുന്നു. പക്ഷെ ഈ സമരം ഒരു സൂചനയാണ്, സാമ്പിൾ വെടിക്കെട്ട് എന്ന് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ പറയാം. കാര്യം 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുമ്മാതെ കുറെ സീറ്റുകൾ മത്സരിച്ച് ജയിക്കുക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം. 2031 CPM-നെ തള്ളിമാറ്റി, LDF-നെ തള്ളിമാറ്റി ഭരണകക്ഷിയാവുക, അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമെങ്കിലും ആവുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനായി ഈ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി കാണുന്നത് പുതിയ സർക്കാരിനെ 2026 ഈ ദിവസങ്ങളിൽ ഭരണത്തിൽ വരുന്ന പുതിയ സർക്കാരിന് ദ്വിമുഖ ആക്രമണങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ഒന്ന്, പരമ്പരാഗതമായി CPM അല്ലെങ്കിൽ LDF നടത്തുന്ന സമരം, അതിനോടൊപ്പം തന്നെ സഭയ്ക്കകത്തും പുറത്തും BJP നടത്തുന്ന സമരം. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക സതീശൻ സർക്കാരിന്. ഒന്ന്, 3 അംഗങ്ങൾ മാത്രം ഉള്ള BJP സഭയിൽ നടത്തുന്ന ആക്രമണം. ദ്വിമുഖ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് 3 അംഗങ്ങൾ ജയിച്ചതോടുകൂടി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM തന്നെ ഭരണത്തിൽ വരണം എന്നുള്ളതായിരുന്നു BJPയുടെ ആഗ്രഹം. കാരണം അവരുടെ അജണ്ടയിൽ 2031 ഉള്ളത്. 3-ാം തവണയും CPM അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അവരുടെ 5 വർഷത്തെ പ്രയത്നങ്ങൾ ലാഭിക്കാൻ പറ്റിയേനുമായിരുന്നു. കാര്യം ഭരണവിരുദ്ധ വികാരത്തിൽ ഇതിനിടയിൽ CPM പൂർണ്ണമായി തകരുകയും ഹിന്ദു പാർട്ടി, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്, ആ ഹൈന്ദവർ CPM-ൽ നിന്ന് സ്വാഭാവികമായിട്ടും BJPയിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ അധപ്പതനം ബംഗാളിൽ സംഭവിച്ചതുപോലെ CPM-ന് ഉണ്ടാവുകയും ചെയ്യും. അതിന് ആയിരുന്നു BJP ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം, കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ഇപ്പോൾ 2 സമരം അവർക്ക് നയിക്കണം. ഒന്ന്, കോൺഗ്രസിനെ അധികാര ഭ്രഷ്ടമാക്കണം, കോൺഗ്രസിനെതിരായി രാഷ്ട്രീയ സമരം ചെയ്യണം, CPM-നെ തകർക്കുകയും വേണം. സഭയ്ക്കകത്ത് നഞ്ചെന്തിന് നാനാഴി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ 3 അംഗങ്ങൾ ധാരാളം മതിയാവും. നമുക്ക് പരമ്പരാഗതമായ ഒരു പ്രതിപക്ഷ പ്രവർത്തന ശൈലി നമുക്കറിയാം. സതീശന്റെ കാലത്ത് അതിനൊക്കെ കുറച്ച് മാറ്റം വന്നു. എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും തുടർച്ചയായി വാക്കൗട്ടാണ്. പക്ഷെ സതീശന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ചർച്ചകൾ വന്നു. ആ ലെവലിൽ സർക്കാരിന്റെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ ജനവിരുദ്ധമെന്ന് തോന്നുന്ന എല്ലാ നയങ്ങളെയും അതിനിശിതമായി വിമർശിക്കാൻ 2 മുൻ കേന്ദ്രമന്ത്രിമാരാണ് 3 അംഗങ്ങളിലുള്ളത്. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും. 2 മുൻ കേന്ദ്രമന്ത്രിമാർ സഭയിലെത്തുക എന്നത് വലിയ കാര്യമാണ്. അവർക്ക് അതിനുള്ള പാരമ്പര്യമുണ്ട്, പിന്നെ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ നല്ല പരിചയമുണ്ട്. അല്ല, ഓരോ സർക്കാരിന്റെ വീഴ്ചയെയും അവർക്ക് സഭയിൽ നഖശിഖാന്തം കാര്യകാരണ സഹിതം എതിർക്കാം. NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 1 അംഗം മാത്രമാണ് ലോക്സഭയിലുള്ളത്. അദ്ദേഹമൊക്കെ ലോക്സഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ മാതൃകയായി ഉണ്ട്. സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടിയുടെ, രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇന്ത്യ മുഴുവനും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നവയാണ്. അപ്പോൾ പാർട്ടിയുടെ വലിപ്പമോ അംഗസംഖ്യയോ അല്ല പാർലമെന്ററി പ്രവർത്തനത്തിന്റെ മാനദണ്ഡം.
കാര്യകാരണ സഹിതം നടത്തുന്ന സംവാദങ്ങൾ അത് ബി ജെ പിക്ക് ഫലം ചെയ്യും. മൂന്നാമത്തേത് സഭയ്ക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങളാണ്. അത് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി അതിൻ്റെ തന്നെ ഒരു പശ്ചാത്തലം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹിന്ദുത്വ അജണ്ട. നമുക്കെല്ലാം അറിയാം ബി ജെ പി ഊന്നുന്നത് ഹിന്ദുത്വ അജണ്ടയിലാണ്. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ പാടില്ല എന്ന് ഉയർന്ന വിമർശനങ്ങൾ ഈ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. കാര്യം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ തങ്ങളുടെ ഒപ്പം നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും. മാത്രമല്ല, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ നിയമിച്ച ഹൈക്കമാൻഡ് പാണക്കാട് ഹൗസ് ആണ് എന്നുള്ള വിമർശനവും ഈ പശ്ചാത്തലത്തിലാണ് വായിക്കപ്പെടേണ്ടത്. ഇവിടം കൊണ്ടും തീരുന്നില്ല. വലിയ ഒരു ന്യായയുക്തമായ ആവശ്യമാണ് വലിയ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളത്. മലപ്പുറം ജില്ല അനുവദിച്ചു തന്നെ രണ്ടാം EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയുടെ കാലത്താണ്. ഏറ്റവും പിന്നാക്കം നിന്ന കേരളത്തെ ഒരു പ്രദേശത്തിന് ജില്ല അനുവദിച്ചു കൊടുത്തു. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. പക്ഷെ അതുകൊണ്ട് ഒട്ടേറെ അനാവശ്യമായ വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 2021 സെൻസസ് അനുസരിച്ച് 41.12 ലക്ഷമാണ് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ. അതിനുശേഷമുള്ള വളർച്ച കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ 45-നും 48 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ മലപ്പുറം ജില്ലയിലുണ്ട്. ഇത് അയർലൻഡിലെയും ന്യൂസിലൻഡിലെയും ജനസംഖ്യക്ക് ഏതാണ്ട് തുല്യമാണ്. 100ഓളം രാജ്യങ്ങൾ മലപ്പുറം ജില്ലയെക്കാട്ടിലും ജനസംഖ്യ കുറഞ്ഞവയായിട്ടുണ്ട്. ക്രൊയേഷ്യ, ഉറുഗ്വേ, മംഗോളിയ, സൈപ്രസ്, നമീബിയ, ജമൈക്ക, ഖത്തർ, കുവൈറ്റ്, ഒമാനൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല വിഭജിച്ച് 1ഓ 2ഓ ആക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജനകീയ സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന പ്രചാരണ ആയുധമായി BJP ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, നിയമനങ്ങൾ അത് വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ, വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ സ്കൂളുകളും കോളേജുകളും എയ്ഡഡ് മേഖലയിൽ അനുവദിക്കുന്നത്, അങ്ങനെയുള്ള ഒട്ടേറെ സാധാരണ നടപടിക്രമങ്ങളിൽ മുസ്ലിം പ്രീണനം ആരോപിക്കുന്ന ഒരു പ്രവണതയും അടുത്ത മാസങ്ങളിൽ, അടുത്ത കാലത്ത് വ്യാപകമാകും. കാര്യം ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇനി സംഭവിക്കുന്ന രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2 പ്രമുഖ ജാതി മേധാവികൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല സതീശൻ അധികാരത്തിൽ വരുന്നതിന്. കാര്യം അവരുടെ തിണ്ണ നിരങ്ങുന്ന സ്വഭാവക്കാരനല്ല അദ്ദേഹം എന്നുള്ള ഒറ്റ നെഗറ്റീവ് പോയിന്റാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പെതുക്കെ തിരിഞ്ഞ് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്? അത് CPM-നോടൊപ്പം പോയിട്ട് ഇനി ഒരു കാര്യവുമില്ല. അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് ഇനി 5 വർഷത്തേക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. കേന്ദ്രത്തിലുള്ളത് BJP ആണ്. കേരളത്തിൽ അടുത്ത ഭരണം ലക്ഷ്യമാക്കുന്നതും BJP ആണ്. മാത്രമല്ല BJP-യുടെ രാഷ്ട്രീയ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമൂഹമായ ഈഴവരെ തങ്ങളുടെ പാളയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് ഭാഗികമായി വിജയം കൊണ്ടു. ഈഴവ സമുദായത്തിൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചു. ആദ്യം രൂപവൽകൃതമായ സമയത്ത് കേരളത്തിൽ BJP-യുടെ അടിത്തറ പാകിയത് നായർ സമുദായ അംഗങ്ങളാണ്. 2 സാമുദായിക നേതാക്കളും അതുകൊണ്ട് തന്നെ പതുക്കെ BJP പക്ഷത്തേക്ക് തിരിയുകയും നിലയുറപ്പിക്കുകയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ വാരിക്കോരി കൊടുത്തു എന്ന പഴയ ആരോപണം ഉന്നയിച്ച് അതിനൊരു രാഷ്ട്രീയ അടിത്തറയും വിശദീകരണവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ആത്യന്തികമായി ഇത് ഫലം ചെയ്യുക BJP-ക്കാണ്. ഈ 2 സമുദായങ്ങളിൽപ്പെട്ട സഖാക്കന്മാരും അനുഭാവികളും CPM-ൽ നിന്ന് BJP-യിലേക്ക് വർദ്ധിത വീര്യത്തോടുകൂടി ഒഴുകുകയും അങ്ങനെ BJP-യുടെ വോട്ടിംഗ് ശതമാനം 20% മുകളിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ 2031 ഇക്കാണുന്ന നിയമസഭയിലെ അംഗബലമായിരിക്കില്ല BJP-ക്ക് ഉണ്ടാവുക. തകർന്ന ഒരു CPM ഇടതുപക്ഷ മുന്നണിയുടെ ബലം, ഊർജം ആവാഹിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന
ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് BJP വളരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളതും. അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ശരിതെറ്റുകൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അതിരൂക്ഷമായ സമരങ്ങൾക്കും ഞാൻ പറഞ്ഞ രീതിയിലുള്ള പ്രചാരണങ്ങൾക്കുമൊക്കെ കേരളം സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ്. യെസ്, എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് CPM എത്തുമ്പോൾ കൂടുതൽ ശക്തരാകാൻ പോകുന്നത് BJP ആണോ എന്നൊരു ചോദ്യം ശക്തമാവുന്നുണ്ട്. അല്ലെങ്കിൽ അതാണോ യാഥാർത്ഥ്യം എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച നടത്തിയ ചില സമരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. BJPക്ക് അകത്തു നിന്ന് തന്നെ അതിന് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ശക്തരായ ഒരു പ്രതിപക്ഷമാകാൻ ഞങ്ങളുമുണ്ട് എന്ന് BJP വിളിച്ചോതുകയാണെന്ന് തോന്നും. 2031 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ BJP ശക്തി പ്രകടിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.